ഹലോ ഫ്രണ്ട്സ്, 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ദിവസം നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് വീഡിയോയാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി KG ശങ്കരപിള്ളയാണ് കേട്ടോ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം, 2025 വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? അതായത് 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഇ സന്തോഷ് കുമാർ ആണ്. 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ കൃതിക്കാണ് കേട്ടോ. തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ കൃതിക്കാണ് ഇ സന്തോഷ് കുമാറിന് 2025 വയലാർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഉൾക്കഥ എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ഉൾക്കഥ എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം, അതായത് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, EP രാജഗോപാലിനാണ്. പഠിച്ചു വെക്കണേ, 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലിനാണ്. കൃതി ഏതാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. അപ്പൊ 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം ഒരു നാദസ്വര വിദ്വാനാണ് കേട്ടോ. നാഗസ്വര വിദ്വാനാണ് ഈ തിരുവിഴ ജയശങ്കർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ R രാജശ്രീ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീ ആണ്. അടുത്ത ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി മേത്തിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണൻ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ പ്രഭാവർമ്മയാണ്. അപ്പോൾ എന്താണ്? 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ഓപ്ഷൻ എ പ്രഭാവർമ്മയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. അപ്പൊ നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, N ശേഷാദ്രിനാഥനാണ് കേട്ടോ. N ശേഷാദ്രിനാഥനാണ്. 2026 ജൂലൈ മാസമാണ് അപ്പോയിന്റ്മെന്റ് ആയത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയത് N ശേഷാദ്രിനാഥനാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണൻ ആണ് കേട്ടോ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ.
നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമനാണ്. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. അടുത്ത ചോദ്യം, 2025 മാൻ ബുക്കർ പുരസ്കാരം നേടിയത് ആരാണ്? 2025 മാൻ ബുക്കർ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡേവിഡ് സോല്ലയാണ് കേട്ടോ. അപ്പൊ 2025 മാൻ ബുക്കർ പുരസ്കാരം നേടിയത് ആരാണ്? ഡേവിഡ് സോല്ലയാണ്. കൃതി ഏതാന്ന് ചോദിച്ചാൽ ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിയാണ് കേട്ടോ. ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിയാണ്. അടുത്ത ചോദ്യം, ഇത് മാൻ ബുക്കർ പുരസ്കാരമാണ്. അടുത്തത് 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ബാനു മുഷ്താഖ് ആണ് കേട്ടോ. ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കൃതിക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് കേട്ടോ. ഇപ്പൊ പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കൃതി കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണെന്ന്, അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ദീപ്തി ബസ്തിയാണ് കേട്ടോ. ദീപ്തി ബസ്തിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 2025 മാൻ ബുക്കർ പുരസ്കാരം ഡേവിഡ് സൊല്ലയും 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖുമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലഗ്രാമിൽ. അതോടൊപ്പം തന്നെ ടെലഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം PDF നോട്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട്. PDF നോട്ട്സുകളും അതോടൊപ്പം തന്നെ PDF നോട്ട്സുകളും റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ നമ്മുടെ ഈ ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് 10th മെയിൻസ്, ബൗക്കോ LDC, LPUP പരീക്ഷകൾ, VF വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട്, ഇനി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGS വരുന്ന ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം ആകുന്നതായിരിക്കും. അപ്പൊ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ 100-ലധികം കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്രദമാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും. ഈ വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. R വൈരമുത്തു ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 60ാമത് നോട്ട് ചെയ്ത് വെച്ചോണേ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് R വൈരമുത്തു. അതായത് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് R വൈരമുത്തു. തമിഴ് കവിയാണ് കേട്ടോ. തമിഴ് കവിയാണ്. കവിയും കലാകാരനും ഒക്കെയാണ് ഈ R വൈരമുത്തു കേട്ടോ. അതോടൊപ്പം തന്നെ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല കേട്ടോ. അടുത്ത ചോദ്യം, 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലാസ്ലോ ക്രസ്നാഫോർക്കെ ആണ് കേട്ടോ. ലാസ്ലോ ക്രസ്നാഫോർക്കെ ആണ്. ഒരു നോർവീജിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രസ്നാഫോർക്കെ കേട്ടോ. അടുത്ത ചോദ്യം, 2026 ICC പുരുഷ 2020 വേൾഡ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? 2026 നടന്ന ICC പുരുഷ 2020 ലോകകപ്പിന്റെ വേദി ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ICC പുരുഷ T20 വേൾഡ് കപ്പ് 2026 നടത്തിയത്. അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2022 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ആൻസർ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓപ്ഷൻ ബി ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത്
പുരുഷ 2020 ലോകകപ്പ് കിരീടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതിനു മുമ്പേ 2007, 2024, അതിനുശേഷം 2026 വർഷത്തിലുമാണ് ഇന്ത്യ എന്താണ് പുരുഷ 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ 2020 ലോകകപ്പിൽ ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. സൂര്യകുമാർ യാദവ് ആണ്. അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആരാണ്? 2026 നടന്ന 2020 ലോകകപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആരാണ്, അഥവാ ഫൈനലിലെ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. ജസ്പ്രീത് ബുംറയാണ് ഫൈനലിലെ താരം. അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് അഥവാ ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സഞ്ജു സാംസൺ ആണ് കേട്ടോ. സഞ്ജു വി സാംസൺ ആണ്. പഠിച്ചു വെക്കണേ. 2026 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് അഥവാ ടൂർണമെന്റിലെ താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളി കൂടിയാണ് സഞ്ജു സാംസൺ. അടുത്ത ചോദ്യം, 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓപ്ഷൻ എ ഇന്ത്യയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ് 2025 സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, അരാട്ടെ മെസഞ്ചർ വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള അരാട്ടെ മെസഞ്ചർ വികസിപ്പിച്ചത് ഏത് കമ്പനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സോഹോ കോർപ്പറേഷൻ ആണ് അരാട്ടെ മെസഞ്ചർ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ആരാണ്? അടുത്തിടെ ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ എലോൺ മസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ആരാണ്? ഓപ്ഷൻ എ എലോൺ മസ്ക് ആണ്. അടുത്ത ചോദ്യം, ഡീപ് സീക്ക് ഏത് രാജ്യത്തെ AI ചാറ്റ്ബോട്ട് ആണ്? ഡീപ് സീക്ക് ഏത് രാജ്യത്തെ AI ചാറ്റ്ബോട്ട് ആണ്? ആൻസർ ഓപ്ഷൻ ബി ചൈനയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഡീപ് സീക്ക് ഏത് രാജ്യത്തെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ട് ആണ്? ചൈനയുടെയാണ് ഡീപ് സീക്ക്. അടുത്ത ചോദ്യം, 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള നടൻ ആരാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ മോഹൻലാൽ ആണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം 2023 നേടിയത്. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാൽ ആണ്. അടുത്ത ചോദ്യം, 2026 G7 ഉച്ചകോടി വേദി ഏത് രാജ്യമാണ്? 2026 G7 ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യത്ത് വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഫ്രാൻസിൽ വെച്ചായിരുന്നു G7 ഉച്ചകോടി 2026 നടന്നത്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ആൻസർ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓപ്ഷൻ എ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം, ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാനിരിക്കുന്ന കീതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാനിരിക്കുന്ന കീതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ്. അപ്പൊ കീതൂർ പക്ഷി സങ്കേതം വരുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ആൻസർ ഓപ്ഷൻ സി പാകിസ്ഥാനെതിരെയാണ്. ഓപ്ഷൻ സി പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ കേരളത്തിൽ ഉൾപ്പെട്ട ജില്ലകളിൽ ഒന്നല്ലാത്തത് ഏതാണ്? അതായത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ കേരളത്തിൽ നിന്ന് 3 ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 3 ജില്ലകളിൽ പെടാത്ത ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി എറണാകുളമാണ് കേട്ടോ. അതായത് പ്രധാനമന്ത്രി ഈ ഒരു ഓപ്ഷൻസിൽ പെടാത്ത ജില്ല എറണാകുളമാണ്. അപ്പോൾ പെടുന്ന ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. അത് 3ഉം എന്താണ് നമ്മുടെ വടക്കൻ ജില്ലകളാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണ്? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഏതാണ്? ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ആൻസർ ഓപ്ഷൻ എ ഛത്തീസ്ഗഡിനാണ് കേട്ടോ. ഛത്തീസ്ഗഡിൽ വെച്ചാണ്. പഠിച്ചു നോക്കണം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ്. ഓവറോൾ ചാമ്പ്യൻ ആയത് ആരാണ്?
കർണാടകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോക ബാങ്കിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ലോക ബാങ്കിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ വംശജൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അജയ് ബംഗയാണ് കേട്ടോ, അജയ് ബംഗ. സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യം ഏതാണ്? സ്പേസ് ഡോക്കിംഗ് നമുക്കറിയാം, സ്പാഡക്സ് ദൗത്യമില്ലേ, അതിനകത്താണ് സ്പേസ് ഡോക്കിംഗ് വരുന്നത്. സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ നമ്മുടെ ഓപ്ഷൻ എ, നമ്മുടെ ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പുതിയ പാമ്പൻ പാലമാണ് കേട്ടോ, പുതിയ പാമ്പൻ പാലമാണ്. അടുത്ത ചോദ്യം, 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ശൈലി ആപ്പാണ് കേട്ടോ, ശൈലി ആപ്പാണ്. ഇത് യൂസ് ചെയ്യുന്നത് ആരാണ്? ആശാപ്രവർത്തകരാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ, ഈ ഒരു ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം, സുജലം സുലഭം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സുജലം സുലഭം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, കുടിവെള്ള വിതരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് സുജലം സുലഭം പദ്ധതി. സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് ലഹരി വിരുദ്ധമായി ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? സംസ്ഥാന വ്യാപകമായിട്ട് അടുത്തിടെ കേരള പോലീസ് ലഹരി വിരുദ്ധമായി ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ആൻസർ ഓപ്പറേഷൻ തൂഫാൻ ആണ് കേട്ടോ. ഇതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്നാണ് ഇതിന്റെ മുഴുവൻ പേരായിട്ട് വന്നത്. ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയത് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ പ്രതീക്ഷിക്കാവുന്ന ഒരു 40 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വർക്കൗട്ട് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ, ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.